Hello friends, welcome back to my channel Gopu's Journey. ഇന്ന് നമുക്ക് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കൊഴുക്കട്ട ആയാലോ. അതിനായി നമുക്ക് ഒരു പാത്രത്തിൽ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുക്കാം. അതിലേക്ക് നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതേ സമയത്ത് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള മാവ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ വേറെ പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്വല്പം ഉപ്പിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ആ തിളച്ച വെള്ളം പതുക്കെ ഒന്ന് ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റ് ആവും. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് 2 വലിയ സവാള ചെറുതാക്കി നുറുക്കിയത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ സ്വല്പം ഉപ്പിട്ട് വഴറ്റിയാൽ സവാള ഒന്ന് സോഫ്റ്റ് ആവും. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പൊടിയായി എരിഞ്ഞത് ചേർക്കാം. സവാള ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്തതാണ്. ഇതും കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചത് ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നേരത്തെ ചിക്കൻ വേവിച്ച ഗ്രേവി ഇരിക്കുന്നുണ്ട്, അത് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നു. 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാനൊന്ന് മൂടി തുറക്കാണ്. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി നമ്മുടെ കയ്യിൽ വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാല 1.5 ടീസ്പൂൺ ഇടാം. എന്നിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് എല്ലാം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് ആവി കൊണ്ട് വേവിച്ചെടുക്കാം. ഇത് 10 മിനിറ്റിന് ശേഷം നമ്മുടെ കൊഴുക്കട്ട റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് സിമ്പിൾ ആൻഡ് ടേസ്റ്റി നാടൻ വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. So it's me Gopu signing on. Bye.